നമസ്കാരം കൂട്ടുകാരെ. 2017 പുറത്തിറങ്ങിയ ഒരു സ്പാനിഷ് ചലച്ചിത്രം ഗോൾഡ് എന്നാണ് ആ ചലച്ചിത്രത്തിന്റെ പേര്. വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് കടക്കാം. വർഷം 1538. അമേരിക്കയിൽ റെഡ് ഇന്ത്യൻസ് വസിച്ചിരുന്ന കാലം. അങ്ങോട്ടേക്ക് എക്സ്പെഡിഷന്റെ ഭാഗമായിട്ടായിരുന്നു സ്പാനിഷ് കോളനിസ്റ്റുകൾ എത്തുന്നത്. ഇന്ത്യസ് ട്രൈബൽസുമായി വലിയൊരു യുദ്ധത്തിനു ശേഷം മയക്കത്തിലായിരുന്ന മാർട്ടിൻ എന്ന വ്യക്തി മയക്കത്തിൽ നിന്ന് ഉണർന്നു വരികയാണ്. മാർട്ടിനും സംഘവും തിരയുന്നത് വലിയൊരു നിധിയുള്ള ഒരു നഗരമാണ്. ഗോൾഡ് സിറ്റി എന്നവർ അതിനെ പേരിട്ട് വിളിക്കുന്നു. അതിനെപ്പറ്റിയുള്ള സൂചനകൾ മുൻ എക്സ്പെഡിഷനുകളിൽ നിന്ന് സ്പാനിഷ് കോളനിസ്റ്റുകൾക്കും സ്പാനിഷ് രാജാവിനും മറ്റും ലഭിച്ചിരുന്നു. 8 കൊല്ലം മുമ്പ് രൂപപ്പെടുത്തിയ ഒരു മാപ്പ് ഫോളോ ചെയ്തിട്ടാണ് മാർട്ടിൻ സോൾജറായിട്ടുള്ള സംഘം മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചാൾസ് വി ഹോളി റോമൻ എംപറർ എന്നറിയപ്പെടുന്ന റോമൻ രാജാവിന് വേണ്ടിയിട്ടായിരുന്നു ആ എക്സ്പെഡിഷൻ സംഘം ആ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നത്. നിധി കണ്ടുകിട്ടിയാൽ 1/5 ഭാഗം രാജാവിനുള്ളതാണ്. ബാക്കി 40ഓളം പേർ വരുന്ന ആ സംഘത്തിനുള്ളിൽ വിഭജിച്ചെടുക്കും. ഡോൺ ഗൺസാലോ ആയിരുന്നു ആ സംഘത്തിന്റെ നേതാവ്. ഗവർണർ ആയിരുന്നു അദ്ദേഹത്തെ അതിന് നിയമിച്ചത്. ഗൺസാലോയുടെ ചെറുപ്പക്കാരിയായ ഭാര്യ അന്നയും അന്നയുടെ പരിചാരകയും ആ എക്സ്പെഡിഷൻ സംഘത്തിലുണ്ടായിരുന്നു. സംഘത്തിന്റെ നേതാവ് ഗൺസാലോ ആണെങ്കിലും കൂട്ടത്തിലെ ഏറ്റവും കരുത്തനും നേതാവും ലഫ്റ്റനന്റായ ഗോറിയാമെന്റിയാണ്. ഗൺസാലോ കഴിഞ്ഞാൽ സംഘത്തിനു മേൽ അധികാരമുള്ള വ്യക്തി. എക്സ്പെഡിഷൻ യാത്രയാണല്ലോ നടക്കുന്നത്. അതുകൊണ്ട് മാപ്പ് നോക്കാനും പാതകൾ വഴി സഞ്ചരിക്കാനും അതിനുള്ള എക്സ്പീരിയൻസ് ഉള്ള മീഡിയ മാനോ എന്നൊരു എക്സ്പ്ലോററിനെയും അവർ കൂടെ കൂട്ടിയിരുന്നു. സംഘത്തിലുള്ള ബാക്കിയുള്ളവരിൽ പലരും വാർ വെറ്ററൻസും പോരാളികളും ഒക്കെയാണ്. ഇതുകൂടാതെ കൂട്ടത്തിലൊരു പുരോഹിതനുണ്ട്. അത്രയും വലിയ സംഘമായതുകൊണ്ട് തന്നെ സംഘത്തിനുള്ളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ഒക്കെ ഉണ്ടെങ്കിലും എതിരാളികൾ വരുമ്പോൾ അവർ ഒന്നിച്ചു നിന്ന് പോരടിച്ചിരുന്നു. കാടിനകത്ത് ഗോത്രവർഗക്കാരുടെ ആക്രമണം മാത്രമായിരുന്നില്ല അവരെ ഭയപ്പെടുത്തിയിരുന്നത്. വന്യജീവികളും അതുപോലെ ഭയപ്പെടുത്തുന്ന ഒന്നായിരുന്നു. നദി മുറിച്ചു കടക്കുന്ന ഒരു ഘട്ടത്തിൽ ചീകണ്ണികൾ അവരെ ആക്രമിക്കാൻ വന്നെങ്കിലും മാർട്ടിൻ അതിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. പകൽ മുഴുവൻ സഞ്ചാരം തുടരുന്നവർ രാത്രിയിൽ എവിടെങ്കിലും ക്യാമ്പ് ചെയ്യും. അന്നും പതിവ് പോലെ രാത്രിയിൽ അവർ ക്യാമ്പ് ചെയ്തു. ആ സമയം ഗോറിയാമെന്റിയുടെ നായ പതിവില്ലാതെ കുരയ്ക്കാൻ തുടങ്ങി. ഓടിപ്പോയ നായ കൂടെ പിടിച്ചുകൊണ്ടു വന്നത് ജെറോമിലോ എന്നറിയപ്പെടുന്ന മറ്റൊരു മെസ്സഞ്ചറിയായിരുന്നു. ജെറോമിലോ ഗൺസാലോയോട് ഒരു മെസ്സേജുമായി വന്നതാണ് എന്നറിയിച്ചു. ജെറോമിലോയും ഗൺസാലോയും മാറി നിന്ന് അതിനെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങി. ഇത് കാണുന്ന ഗോറിയാമെന്റിക്കും മുതിർന്ന നേതാക്കൾക്കുമൊക്കെ ചില മുറമുറപ്പുണ്ടാകുന്നുണ്ട്. അവരെന്താണ് സംസാരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകുന്നേ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം ഗോറിയാമെന്റിയും സർജൻ ബാസ്റ്റർസും കൂടി ഗൺസാലോയുടെ അടുത്തേക്ക് ചെന്നു. തലേ ദിവസം ജെറോമിലോ വന്ന് പറഞ്ഞതെന്താണ് എന്ന് തിരക്കി. വൈകാതെ ഗൺസാലോ ഏവരോടുമായി ആ കാര്യം പറയാനാരംഭിച്ചു. പുതുതായി സ്ഥാനമേറ്റ് ക്രൗൺ പ്രിൻസ് അവരെ ദൗത്യമേൽപ്പിച്ച ഗവർണറെ സ്ഥാനഭ്രഷ്ടനാക്കി. മുഴുവൻ സ്വർണവും ഒറ്റയ്ക്ക് വേണം എന്ന് ചിന്തിച്ചിരുന്ന ആ ക്രൗൺ പ്രിൻസ് മറ്റൊരു സംഘത്തെ അതിനേർപ്പാടാക്കിയിട്ടുണ്ട്. ജുവാൻ മട്രാനോ എന്ന വ്യക്തിയാണ് അതിന്റെ ക്യാപ്റ്റനായിട്ടുള്ളത്. അവരും ഇതേ വഴിക്ക് വൈകാതെ എത്തിച്ചേരും. എക്സ്പെഡിഷനൊപ്പം ഗൺസാലോയെ അറസ്റ്റ് ചെയ്യാനും ചതിയനെന്ന് മുദ്രകുത്താനും ജുവാൻ മെട്രാനോയ്ക്ക് ക്രൗൺ പ്രിൻസ് ഓർഡർ നൽകിയിട്ടുണ്ടത്രേ. അവിടെ വെച്ച് ഒരു കാര്യം വ്യക്തമാവുകയാണ്. നേതാവായ ഗൺസാലോയെ പിടികൂടി ചതിയനെന്ന് മുദ്രകുത്തി വകവരുത്തിയാൽ ആ സംഘത്തിലെ ബാക്കി എല്ലാവരും ചതിയന്മാരായി കണക്കാക്കപ്പെടും. അതോടെ ഗോറിയാമെന്റി മുമ്പോട്ട് വരികയാണ്. ഗോറിയാമെന്റി കൂടെയുള്ള സംഘാംഗങ്ങൾക്ക് മുമ്പിലേക്ക് ചോയ്സ് വെച്ചു. താല്പര്യമുള്ളവർക്ക് ഗൺസാലോയോടും തന്നോടുമൊപ്പം എക്സ്പെഡിഷൻ തുടരാം. അല്ലാത്തവർക്ക് ജോൺ മട്രാനോ വരുന്നവരെ ഇവിടെ വെയിറ്റ് ചെയ്യാം. പക്ഷെ തങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ രാജാവിനെതിരെയുള്ള വിമത സംഘമായി തങ്ങൾ മാറുമെന്നും മട്രാനോയോട് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നും ഗോറിയാമെന്റി എടുത്തു പറയുന്നുണ്ട്. എന്തായാലും മെട്രാനോയെ കാത്തുനിന്ന് കൊല്ലപ്പെടുക എന്നത് ആരും ആഗ്രഹിക്കില്ലല്ലോ. അതുകൊണ്ട് സംഘം മുഴുവനും ഗൺസാലോയുടെ ഒപ്പം തന്നെ ചേർന്ന് തങ്ങളുടെ എക്സ്പെഡിഷൻ തുടരുന്നു. എക്സ്പെഡിഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ എക്സ്പെഡിഷന്റെ 6ാം ദിവസം ഗൺസാലോയുടെ പട്ടാളക്കാർക്ക് ഗോത്രവർഗക്കാരായ കുറെ സ്ത്രീകളെ ലഭിച്ചു. കൂട്ടത്തിലെ കുറെ പട്ടാളക്കാർക്ക് ആ സ്ത്രീകളെ പീഡിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വിവരമറിഞ്ഞതും ഗൺസാലോ അതിനെതിരെ നിന്നു. വീണ്ടും അതൊരു പ്രശ്നത്തിലേക്ക് നയിക്കുമെന്നും അതൊന്നും വേണ്ടെന്നും ഗൺസാലോ പറയുകയാണ്. പട്ടാളക്കാരിൽ പലർക്കും അതിഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ഒരു പട്ടാളക്കാരൻ ഗൺസാലോയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് ഗൺസാലോക്കെതിരെ തട്ടിക്കയറുക പോലും ചെയ്തു. തനിക്കെതിരെ തട്ടിക്കയറിയ സോൾജിയറിനെ ഗൺസാലോ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതോടെ മൊത്തത്തിൽ ഗ്രൂപ്പിനുള്ളിൽ തന്നെ ഗൺസാലോക്കെതിരെ മുറുമുറുപ്പുകൾ ആരംഭിക്കുന്നു. അന്ന് രാത്രിയിൽ അവർ ക്യാമ്പ് ചെയ്തു. ക്യാമ്പിനകത്തുണ്ടായിരുന്ന ഗൺസാലോയുടെ ഭാര്യ അന്നാഡോണ
പുറത്തുണ്ടായിരുന്ന മാർട്ടിനെ നോക്കുകയാണ്. മാർട്ടിനോട് അവർക്കൊരു പ്രണയ താല്പര്യമുണ്ടായിരുന്നു. മാർട്ടിനും അത്തരത്തിൽ തന്നെ മറ്റുള്ളവർ തന്നെ നോക്കുന്ന കാമക്കണ്ണുകളോടെയല്ല മാർട്ടിൻ തന്നെ നോക്കുന്നത് എന്നവർ തന്റെ പരിചാരകയോട് പറയുന്നുണ്ട്. പക്ഷേ പരിചാരക പാർഡ ഡോണയോട് പ്രത്യേകം എടുത്തു പറഞ്ഞു, നിങ്ങൾ കൂട്ടത്തിലെ നേതാവിന്റെ ഭാര്യയാണ്. നിങ്ങൾക്കെന്ന് വളരെ വലിയൊരു സ്ഥാനവും വിലയുമുണ്ട്. ആവശ്യമില്ലാത്ത പരിപാടിക്ക് നിന്ന് അത് നശിപ്പിക്കരുത്. ആ പര്യവേഷക സംഘത്തിലെ ആകെയുള്ള 2 സ്ത്രീകളിൽ ഏറ്റവും സുന്ദരിയായത് ഡോണയായിരുന്നു. അതുകൊണ്ട് തന്നെ സംഘത്തിലെ പട്ടാളക്കാരിൽ പലർക്കും ഡോണയുടെ മേൽ കണ്ണുമുണ്ടായിരുന്നു. പിന്നാലെ ഒരു സംഭവം കൂടി അത്തരത്തിൽ സംഭവിച്ചിരുന്നു. ഡോണയുടെ തുടയിൽ ഒരട്ട കയറിയപ്പോൾ പരിചാരക അതിനെ എടുത്തുമാറ്റുകയായിരുന്നു. അവരുടെ ആ നഗ്നത കണ്ട് താല്പര്യപ്പെട്ട് ഒരു സോൾജിയർ അവളുടെ അടുത്തേക്ക് ചെല്ലാൻ ശ്രമിച്ചു. പക്ഷേ ബസ്റ്റോറസ് മുമ്പോട്ട് വന്ന് ആ സോൾജിയറെ തടഞ്ഞു. ഗൺസാലോയെ വെറുതെ ക്ഷുഭിതനാക്കരുത് എന്ന് വാൺ ചെയ്യുകയും ചെയ്തു. പിന്നാലെയായിരുന്നു അടുത്ത പ്രദേശത്തായി ഒരു വെടിയൊച്ച ഗോറിയാമെണ്ടിയും മറ്റുള്ളവരും കേൾക്കുന്നത്. ഗോറിയാമെണ്ടി അതെന്തെന്ന് നോക്കുവാൻ തന്റെ ആളുകളെ പറഞ്ഞുവിട്ടു. പോയി അവർ തിരികെ വന്നത് ആച്ചെ എന്നൊരു വ്യക്തിയെയും കൂട്ടിക്കൊണ്ടായിരുന്നു. ആച്ചെ ജോൺ മട്രാനോയുടെ ഗ്രൂപ്പിലെ ഒരു സംഘാംഗമായിരുന്നു. ജോൺ മട്രാനോ തങ്ങളുടെ അടുത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നതോടെ ഗോറിയാമെണ്ടി മനസ്സിലാക്കുന്നു. ഒരു ദിവസത്തെ യാത്രാ ദൂരം മാത്രമാണ് മട്രാനോയുടെ സംഘവും അവരും തമ്മിലുള്ളത്. ആച്ചയിൽ നിന്നും ആവശ്യമായ വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച ശേഷം ഗൺസാലോ തന്നെ ആച്ചയെ കൊന്നുകളയുകയാണ്. പിന്നാലെ ഗോറിയാമെണ്ടി മീഡിയ മാനോയുമായി സംസാരിച്ചു. എക്സ്പെഡിഷൻ വഴികളും കാടിന്റെ രീതികളുമൊക്കെ നല്ല രീതിയിൽ അറിയുന്ന മീഡിയ മാനോയോട് മഡ്രാനോയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെടാനുള്ള വഴിയായിരുന്നു ഗോറിയാമെണ്ടി ചോദിക്കുന്നത്. മഡ്രാനോ വരുന്ന വഴി ട്രൈബൽസ് ഒന്നുമില്ലാത്ത മാർഗമായിരിക്കും എന്ന് പറഞ്ഞ മീഡിയോ മാനോ നമുക്ക് വഴിമാറി ട്രൈബൽസ് ഗ്രാമങ്ങളിലൂടെ കടന്നു പോകാമെന്നും പക്ഷെ അതിന് ഒരുപാട് റിസ്ക് ഉണ്ട് എന്നും ഗോറിയാമെണ്ടിയോട് പറയുകയാണ്. അതായിരിക്കും നല്ലതെന്ന് തോന്നിയ ഗോറിയാമെണ്ടി അത്തരത്തിൽ തന്നെ പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കുന്നു. മാപ്പിൽ നിന്ന് മാറി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ മീഡിയ മാനോയോട് വഴികാട്ടിയായി മുമ്പേ പോകുവാൻ ഗോറിയാമെണ്ടി പറയുകയാണ്. അവരങ്ങനെ യാത്ര തുടർന്നു. ഒരു ഘട്ടത്തിൽ ഗോത്രസംഘം ജീവിക്കുന്ന ഭാഗത്തേക്ക് അവർ എത്തിച്ചേരുകയാണ്. മീഡിയ മാനോ അവരെ തടഞ്ഞു നിർത്തി. തൊട്ടു പിന്നാലെ വാണിംഗ് എന്ന രീതിയിൽ അവർക്ക് മുമ്പിൽ ഒരു അമ്പ് വന്ന് പതിച്ചു. ഗോറിയാമെണ്ടി തന്റെ തോക്കെടുക്കാൻ ആരംഭിച്ചെങ്കിലും മീഡിയ മാനോ അത് തടഞ്ഞു. ഇതൊരു വാണിംഗ് മാത്രമാണെന്ന് അവനെ അറിയിച്ചു. തങ്ങളുടെ സംഘത്തെയും തോക്കും നായകളെയും കണ്ട് അവർ ഭയന്നിരിക്കുകയാണെന്നും മീഡിയ മാനോ വ്യക്തമാക്കി. ഉടൻ ഗോറിയാമെണ്ടി കൂട്ടത്തിലെ പട്ടാളക്കാർക്ക് പുറകുഭാഗം സംരക്ഷിക്കാൻ ഓർഡർ കൊടുക്കുകയാണ്. ഗൺസാലോക്ക് പക്ഷേ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഗോറിയാമെണ്ടി നേതാവായ ഗൺസാലോയോട് ചോദിക്കാതെയാണല്ലോ ആ ഓർഡർ കൊടുത്തത്. അതിലയാൾക്ക് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ ഗൺസാലോയെ ആരും വിലവെക്കുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ മാറിമറിയുന്നത് ഗൺസാലോയുടെ ഭാര്യ ഡോണ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ പരിചാരകയോട് ഡോണ അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞു. ഗൺസാലോക്ക് വൈകാതെ എന്തെങ്കിലും സംഭവിച്ചേക്കാം, പക്ഷേ തനിക്ക് സുരക്ഷിതത്വം വേണം. അതിനുള്ള ഒരേ വഴി അവൾക്ക് താല്പര്യമുള്ള മാർട്ടിനുമായി അടുക്കലും മാർട്ടിനോട് സംസാരിക്കലുമാണ്. പിന്നീട് അവർ റെസ്റ്റ് ചെയ്യുമ്പോൾ പരിചാരകയെ വിട്ട് ഡോണ മാർട്ടിനെ തന്റെ അടുത്തേക്ക് വിളിപ്പിച്ചു. മാർട്ടിനുമായി ഡോണ ഒരുപാട് നേരം സംസാരിച്ചു. ഇരുവരുടെയും അടുപ്പം ഏറെ പ്രകടമാകുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം പിന്നിട്ടതും ഡോണയെ നോക്കി നടക്കുകയായിരുന്ന ഗോറിയാമെണ്ടിയും അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഗോറിയാമെണ്ടിക്കും ആദ്യം തൊട്ടേ ഡോണയ്ക്കുമേലൊരു കണ്ണുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർട്ടിനും ഡോണയും അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് ഗോറിയാമെണ്ടിക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ടെന്നും ഡോണ ക്യാപ്റ്റന്റെ ഭാര്യയാണെന്നും ഗോറിയാമെണ്ടി മാർട്ടിന്റെ അടുക്കൽ ചൂടായിക്കൊണ്ട് പറഞ്ഞു. അവർക്കിടയിൽ ഒരു ഏറ്റുമുട്ടൽ സംഭവിക്കേണ്ടതുപോലുമായിരുന്നു. ഭാഗ്യവശാൽ ബാസ്റ്ററസ് അങ്ങോട്ടേക്ക് വരികയും ഇരുവരെയും 2 വഴിക്കായി പിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഡോണയുമായി ഗോറിയാമെണ്ടി പോയി കഴിഞ്ഞതും ബാസ്റ്ററസ് മാർട്ടിനടുക്കൽ ഡോണയ്ക്കുമേൽ ഗോറിയാമെണ്ടിക്ക് കണ്ണുള്ള കാര്യം കൃത്യമായി എടുത്തു പറഞ്ഞു. പക്ഷേ അടുത്ത ദിവസം ദുഃഖകരമായി ഒന്ന് സംഭവിച്ചു. ഡോണയുടെ പരിചാരക പാമ്പകടിയേറ്റ് മരണപ്പെട്ടു. ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ഡോണയ്ക്കുള്ള ആകെയുള്ള കൂട്ടാണ് അവിടെ നഷ്ടപ്പെടുന്നത്. തന്റെ പരിചാരകയ്ക്ക് നല്ലൊരു അടക്കം കൊടുക്കണം, വഴിയിൽ ഉപേക്ഷിച്ചു പോവരുത് എന്ന് ഡോണ ഭർത്താവ് ഗൺസാലോയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ആ കൂട്ടത്തിലുണ്ടായിരുന്ന റൊമേറോ എന്ന പട്ടാളക്കാരൻ അതിനെതിരെ നിന്നു. കാട്ടിൽ ആരെയും അങ്ങനെ അടക്കം ചെയ്യാറില്ലെന്നും ഒരു പരിചാരകയേക്കാൾ എന്തുകൊണ്ടും സുപ്പീരിയറാണ് ഒരു സോൾജിയർ എന്നും മുമ്പ് കൊല്ലപ്പെട്ട സോൾജിയേഴ്സിനെ ഒന്നും തങ്ങൾ അടക്കം ചെയ്തിട്ടില്ലെന്നും ക്യാപ്റ്റന്റെ ഭാര്യയ്ക്ക് വേണ്ടി അത്തരത്തിലൊന്നും ചെയ്യുവാൻ സാധ്യമല്ലെന്നും റൊമേറോ കൃത്യമായി പറഞ്ഞു. ഗൺസാലോ അതിനെ എതിർത്തപ്പോൾ ഗൺസാലോക്ക് ഭാര്യയെ പേടിയാണ് എന്നുവരെ അയാൾ ആരോപിച്ചു. ദേഷ്യത്തിൽ ഗൺസാലോ റൊമേറോയെ തല്ലുകയാണ്. റൊമേറോക്കും വലിയ ദേഷ്യം വന്നിരുന്നു. അതോടെ റൊമേറോക്കും ഗൺസാലോയെ ആക്രമിക്കണം എന്ന് തോന്നുകയാണ്. ഒരു തരത്തിലും റൊമേറോ അടങ്ങുന്നുണ്ടായിരുന്നില്ല. ഗൺസാലോ റൊമേറോയെയും വധശിക്ഷയ്ക്ക് വിധിച്ചു. ആ സംഭവത്തിനു ശേഷം ഗ്രൂപ്പിനുള്ളിൽ ഗൺസാലോക്കെതിരെ
ആകെ വലിയ തോതിൽ മുറുമുറുപ്പ് ആരംഭിച്ചിരുന്നു. ഗൺസാലോ ഏകാധിപതിയെപ്പോലെ നീതിപൂർവമായ വിചാരണ പോലും ഇല്ലാതെ പട്ടാളക്കാരെ കൊലപ്പെടുത്തുന്നതിൽ ഏവർക്കും എതിർപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം ഗ്രൂപ്പ് യാത്ര തുടരാൻ തീരുമാനിക്കുന്നു. പോകുന്നതിനു മുമ്പ് ജെറോമിലോയെയും മറ്റു 2 പട്ടാളക്കാരെയും ദൂരെ ഒരിടത്ത് ബോൺഫയറിനുണ്ടാക്കുവാൻ സംഘം പറഞ്ഞയച്ചു. അവരെ പിന്തുടർന്നു വരുന്ന ജോൺ മെട്രാനോയെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു അത്. ഗോറിയാമെൻഡിക്കടക്കം ഗൺസാലോയോട് വലിയ തോതിൽ വിദ്വേഷം ആരംഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മാർട്ടിനെ ഗോറിയാമെൻഡി വാൺ ചെയ്യുകയും ചെയ്തു. താൻ കുറച്ചു കഴിയുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തി തടയാൻ വന്നേക്കരുത് എന്ന തരത്തിലായിരുന്നു അത്. യാത്ര തുടരുമ്പോൾ ജെറോമിലോ തിരികെ ഗോറിയാമെൻഡിക്കടുത്തെത്തുകയാണ്. തന്റെ കൂടെ വിട്ട 2 പട്ടാളക്കാരെയും ജോൺ മെട്രാനോയുടെ ആളുകൾ പിടിച്ചെന്നും താൻ അവരുടെ ആളായി നിന്ന് 2 ദിവസം അവരെ വഴിതെറ്റിച്ചു വിടാൻ പാകത്തിന് മറ്റൊരിടത്തേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നും ജെറോമിലോ ഗോറിയാമെൻഡിയോട് വ്യക്തമാക്കുകയാണ്. അതോടെ ഗോറിയാമെൻഡി ആശ്വാസത്തിൽ ടെന്റ് അടിക്കുവാൻ തന്റെ കൂട്ടത്തിലുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു. മീഡിയ മാനോയെയും മാർട്ടിനെയും ടെന്റ് അടിച്ച് തീരുന്നവരെ പട്രോളിനായി ഗോറിയാമെൻഡി പറഞ്ഞുവിടുന്നുമുണ്ട്. അതിനു പിന്നിൽ ഒരു കാരണവും ഉണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ഗൺസാലോയെ വകവരുത്തുവാൻ ഗോറിയാമെൻഡിയും ബാക്കിയുള്ളവരും ചേർന്ന് തീരുമാനിച്ചിരുന്നു. പുറത്തേക്ക് വന്ന ഗൺസാലോയെ ഗോറിയാമെൻഡി തന്നെ കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്തു. തന്റെ ഭർത്താവ് മരിച്ചു വീഴുന്ന കണ്ട് ഡോണ ഓടിവന്ന് ശവശരീരം കെട്ടിപ്പിടിച്ച് കരഞ്ഞെങ്കിലും എല്ലാ സോൾജിയേഴ്സും രൂക്ഷമായി അവളെ നോക്കുന്നുണ്ടായിരുന്നു. ഗൺസാലോയുടെ മരണത്തോടെ ഗോറിയാമെൻഡി അധികാരം ഏറ്റെടുത്തു. അതോടെ ഡോണയും തന്റെ സ്വന്തമായെന്ന് പറഞ്ഞ അയാൾ തന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ ഡോണയെ ടെന്റിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിസ്സഹായായ ഡോണയ്ക്ക് അത് അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴികളുണ്ടായിരുന്നില്ല. മാർട്ടിനാകട്ടെ ആ സമയം പട്രോളിലുമായിരുന്നു. തിരിച്ചെത്തിയ മാർട്ടിൻ വിവരമറിഞ്ഞ് ഡോണയെ രഹസ്യമായി കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഡോണ മാർട്ടിനോട് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ഒരുപാട് മാറിമറിഞ്ഞിരിക്കുകയാണ്. എന്നെ ഇനി എപ്പോഴും വന്ന് കാണാൻ ശ്രമിക്കരുത്. അത് തങ്ങൾ 2 പേരുടെയും ജീവൻ അപകടത്തിലാക്കും. അന്ന് രാത്രിയിൽ ടെന്റിലേക്ക് കയറാൻ നേരം മാർട്ടിന്റെ സെന്റിന്റെ സ്മെല്ല് കിട്ടി ഗോറിയാമെൻഡിക്ക് സംശയം തോന്നിയിരുന്നു. പുറത്തെത്തി ഗോറിയാമെൻഡി മാർട്ടിനെ തിരഞ്ഞു. ഭാഗ്യവശാൽ മാർട്ടിൻ പുറത്തായിരുന്നു എന്നൊരാൾ സാക്ഷി പറഞ്ഞതുകൊണ്ടും മറ്റു തെളിവില്ലാത്തതുകൊണ്ടും മാർട്ടിനെ ഒന്നും ചെയ്യുവാൻ ഗോറിയാമെൻഡിക്ക് സാധിച്ചില്ല. പക്ഷേ ഇനിയും സംശയമുണ്ടായാൽ മാർട്ടിനെ കൊലപ്പെടുത്തും എന്നയാൾ ഭീഷണിപ്പെടുത്തി. അടുത്ത ദിവസം ബാസ്റ്ററസിന്റെയും സംഘത്തിന്റെയും അടുത്ത് ഗോത്രവർഗക്കാരിയായ ഒരു സ്ത്രീ പെടുകയാണ്. ഭാഷ അറിയാവുന്ന മീഡിയ മാനുമായി ആ സ്ത്രീ സംസാരിച്ചു. ആ സ്ത്രീയുടെ ഗ്രാമത്തിൽ അവരെപ്പോലുള്ള ഒരാൾ ജീവിക്കുന്നുണ്ട് എന്ന് ആ സ്ത്രീ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. തുടർന്നുള്ള ചോദ്യം ചെയ്യലിലും മറ്റും 8 കൊല്ലം മുമ്പ് നടന്ന എക്സ്പെഡിഷനിലുള്ള ഏതെങ്കിലും പോരാളിയായിരിക്കും അത് എന്ന ഊഹത്തിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പിന്നാലെ അവർ ആ ഗ്രാമത്തിലേക്ക് ചെന്നു. അവിടെ മാനുവൽ എന്ന് പേരുള്ള ഒരു സ്പാനിഷ് പട്ടാളക്കാരൻ ഉണ്ടായിരുന്നു. 8 കൊല്ലം മുമ്പ് നടന്ന എക്സ്പെഡിഷനിൽ താനും അംഗമായിരുന്നു എന്നയാൾ സമ്മതിച്ചു. അവർ തുടർന്നു പോകുന്ന വഴിയിലുള്ള വളരെ ക്രൂവലായിട്ടുള്ള ഒരു ഗോത്രവർഗവുമായി നടന്ന യുദ്ധത്തിൽ ബാക്കിയുള്ളവരൊക്കെ കൊല്ലപ്പെട്ടെന്നും തന്നെ ഈ വില്ലേജേഴ്സ് രക്ഷപ്പെടുത്തുകയായിരുന്നെന്നും ശേഷം താൻ ഇവിടുത്തെ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് തിരികെ പോവാതെ ഇവിടെ തുടരുകയായിരുന്നു എന്നും മാനുവൽ വ്യക്തമാക്കി. സംഘത്തിന്റെ പക്കലുള്ള മാപ്പും അയാൾ പരിശോധിച്ചു. അന്ന് രക്ഷപ്പെട്ട് തിരികെ പോയ ഒരു വ്യക്തിയുണ്ടാക്കിയ മാപ്പാണിത് എന്നയാൾ കൃത്യമായി ഓർത്തെടുത്തു. മുന്നോട്ടുള്ള യാത്ര കൂടുതൽ കഠിനമായതാണെന്നും ഒരുപാട് സൂക്ഷിക്കേണ്ടി വരുമെന്നും മാനുവൽ അവർക്ക് വാണിംഗും കൊടുത്തു. കുറച്ചു നേരത്തെ റെസ്റ്റിനൊടുവിൽ ഗോറിയാമെൻഡിയും സംഘവും വീണ്ടും അവരുടെ യാത്ര തുടരുകയാണ്. രാത്രി വൈകി ഒരിടത്ത് ക്യാമ്പ് ചെയ്യാൻ ഗോറിയാമെൻഡി തീരുമാനിച്ചു. ആ സമയം അവിടെ ഒരു വെള്ളത്തുണി ഒരു മരത്തിൽ വെച്ചിരിക്കുന്നത് മാർട്ടിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. പിറ്റേന്ന് ഗോത്രഭാഷയിൽ മെസ്സഞ്ചർ ജെറോമിയോയും മീഡിയ മാനോയും സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ കേൾക്കുന്നതും മാർട്ടിനെ സംശയത്തിലാഴ്ത്തുന്നുണ്ട്. പിന്നെ വൈകിയില്ല. മാർട്ടിൻ ജെറോമിലോയെ കുത്തി കൊന്നുകളഞ്ഞു. ഗോറിയാമെൻഡി കാര്യം തിരക്കിയപ്പോൾ മാർട്ടിൻ കാര്യങ്ങൾ വ്യക്തമാക്കി. ജെറോമിലോ തങ്ങളുടെ കൂട്ടത്തിലുള്ള ചതിയനാണെന്നും ജുവാൻ മെട്രാനോയുടെ കയ്യാളാണെന്നും അവന് വഴി കാണിക്കുവാൻ ജെറോമിലോ പോകുന്ന വഴിയിലൊക്കെയും എന്തെങ്കിലും സൂചനകൾ വെക്കുന്നുണ്ട്. അത്തരത്തിൽ അവൻ വെച്ചതാണ് ആ വെള്ളത്തുണി എന്നുമായിരുന്നു മാർട്ടിൻ പറഞ്ഞത്. ഗോറിയാമെൻഡിക്കും മറ്റും അത് വിശ്വസനീയവുമായിരുന്നു. ഈ സമയം ദൂരെയായി ആകാശത്ത് പുക ഉയരുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ വന്ന വഴിയിലുള്ള മാനുവലിന്റെ വില്ലേജ് ജുവാൻ മെട്രാനോ ആക്രമിച്ചിട്ടുണ്ട് എന്ന ആ നിമിഷം അവർ തിരിച്ചറിയുകയാണ്. ജുവാൻ മെട്രാനോ അത്രയും അടുത്തെത്തിയത് കൊണ്ട് തന്നെ 2 സംഘമായി 2 വഴിക്ക് പിരിഞ്ഞു പോകണം എന്ന് മാർട്ടിൻ നിർദ്ദേശിക്കുന്നു. കുറച്ച് പട്ടാളക്കാരെയും ഡോണയെയും തന്റെ കൂടെ മാർട്ടിൻ വിളിക്കുന്നുണ്ട്. 2 സംഘമായി അവർ പിരിഞ്ഞു പോന്നു. ഒരു ഘട്ടത്തിൽ പ്രാർത്ഥനയിലായിരുന്ന മാർട്ടിന്റെ ഗ്രൂപ്പും അവരെ പിടിക്കാൻ വന്ന ജുവാൻ മെട്രാനോയുടെ ഗ്രൂപ്പും കണ്ടുമുട്ടുകയാണ്. ബാക്കിയുള്ളവരെ പറ്റി ചോദിച്ചപ്പോൾ അവരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് മാർട്ടിൻ ജുവാൻ മെട്രാനോയോട് പറഞ്ഞു. മെട്രാനോയുടെ ശ്രദ്ധ മാറിയ ഒരു ഘട്ടത്തിൽ മാർട്ടിൻ മെട്രാനോയെ
കൊലപ്പെടുത്തുകയാണ്. പിന്നാലെ ഫൈറ്റ് ആരംഭിച്ചു. മറഞ്ഞിരിക്കുകയായിരുന്ന ഗോറിയാമെണ്ടിയും സംഘവും ചാടി വീഴുകയും മെട്രാനോയുടെ സംഘത്തിനെതിരെ പൊരുതുകയും ചെയ്തു. യുദ്ധത്തിനൊടുവിൽ ബാക്കിയായ മെട്രാനോയുടെ ആളുകൾ ഗോറിയാമെണ്ടിക്കൊപ്പം ജോയിൻ ചെയ്തു. വീണ്ടും അവർ എക്സ്പെഡിഷൻ മുമ്പോട്ട് തുടർന്നു. പക്ഷെ അവർക്ക് കടന്നു പോകേണ്ടത് ഏറെ അപകടകാരികളായ ഗോത്രവർഗത്തിന്റെ ഉള്ളിലൂടെയായിരുന്നു. ഈ ഗോത്രവർഗമാണ് ഏറ്റവും ക്രൂരന്മാരെന്നറിയപ്പെടുന്നത് എന്ന് മീഡിയോമാനോ ബാക്കിയുള്ളവരെ വാൺ ചെയ്തു. പക്ഷേ വൈകാതെ ഗോറിയാമെണ്ടിയുടെ സംഘം ആക്രമിക്കപ്പെടുകയാണ്. സംഘത്തിലെ കുറെ പേർ കൊല്ലപ്പെടുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർ തിരിച്ചടിച്ചു. ഒടുവിൽ ഗോത്രവർഗക്കാരെ അവർ പരാജയപ്പെടുത്തുകയാണ്. വിജയം നേടിയതും ഗോത്രത്തിലെ മുഴുവൻ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം കൊന്നുതള്ളാൻ ഗോറിയാമെണ്ടി ഉത്തരവിടുന്നുണ്ട്. പക്ഷേ മാർട്ടിന് അത് അംഗീകരിക്കാൻ പറ്റില്ലായിരുന്നു. മാർട്ടിൻ അതിനെതിരെ നിന്നു. മാർട്ടിന്റെ കൂടെ കുറച്ച് സോൾജിയേഴ്സും നിന്നിരുന്നു. മീഡിയാമാനോയും മാർട്ടിന്റെ ഒപ്പമായിരുന്നു നിന്നത്. ഈ സമയം ഒരു സോൾജിയർ മീഡിയാമാനോയുടെ ജീവനെടുത്തു. ഗോറിയാമെണ്ടി നിർത്തുവാൻ ആവശ്യപ്പെട്ടു. വീണ്ടും ഒരു കലാപത്തിന്, ഗ്രൂപ്പിനുള്ളിലെ പ്രശ്നത്തിന് ഗോറിയാമെണ്ടി ഒരുക്കമായിരുന്നില്ല. അതോടെ തന്റെ തീരുമാനം പിൻവലിച്ച് യാത്ര തുടരുവാൻ ഗോറിയാമെണ്ടി ഉത്തരവിടുകയാണ്. എന്തായാലും അതോടെ ഗ്രൂപ്പിനുള്ളിൽ തന്നെ രണ്ട് വിഭാഗം രൂപപ്പെട്ടു എന്ന് വ്യക്തമാകുന്നുണ്ടായിരുന്നു. ഒരു ഗ്രൂപ്പിൽ പ്രധാനമായും ഉണ്ടായിരുന്നത് മാർട്ടിനും ബാസ്റ്ററസും മറ്റ് രണ്ടുപേരുമായിരുന്നു. ബാക്കിയുള്ളവരാകട്ടെ ഗോറിയാമെണ്ടിയുടെ ആൾക്കാരും. യാത്ര തുടരുമ്പോൾ ഗോറിയാമെണ്ടിയുടെയാൾ ചതുപ്പിൽ പെടുകയും ആരും അയാളെ രക്ഷിക്കാതിരിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. ഒരാൾ കൂടി കൊല്ലപ്പെട്ടാൽ സ്വർണം അത്രയും തങ്ങൾക്ക് കിട്ടുമല്ലോ എന്ന രീതിയിലായിരുന്നു ഓരോരുത്തരും ചിന്തിച്ചത്. ഗോറിയാമെണ്ടിയുടെ ആളുകൾ തമ്മിൽ തമ്മിത്തല്ലൽ തുടർന്നുകൊണ്ടേയിരുന്നു. ഓരോരുത്തരും പരസ്പരം കൊന്നു വന്നു. സ്വർണം ഷെയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ഗോറിയാമെണ്ടി പോലും കരുതിയിരുന്നു. കൂട്ടത്തിലെ പ്രധാനികളിൽ ഒരാളായ ഒസാമയെ അങ്ങനെ ഗോറിയാമെണ്ടി കൊലപ്പെടുത്തുകയാണ്. ഒരു ഘട്ടത്തിൽ ഗ്രൂപ്പിലുള്ള ബാസ്റ്ററസിനെ അങ്ങ് കൊലപ്പെടുത്തിയേക്കാൻ ഗോറിയാമെണ്ടി ഉത്തരവിടുന്നു. ഗോറിയാമെണ്ടിയുടെ ആളുകൾ ബാസ്റ്ററസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അത് തടയുവാൻ മാർട്ടിൻ ജോയിൻ ചെയ്തതോടെ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിക്കുകയാണ്. ശക്തമായ ഏറ്റുമുട്ടലിൽ ഗോറിയാമെണ്ടിയുടെ ആളുകളെ വകവരുത്തുവാൻ ബാസ്റ്ററസിനും മാർട്ടിനും അവരുടെ കൂടെയുള്ളവർക്കും സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റുമുട്ടലിന്റെ ഒരു ഘട്ടത്തിൽ ഒടുവിൽ ഡോണയും ആക്രമിക്കപ്പെട്ടിരുന്നു. പോരാട്ടം അവസാനിച്ചപ്പോൾ ഡോണ മരണപ്പെട്ടു. ഗോറിയാമെണ്ടി അവരുടെ ബന്ദിയായി മാറിക്കഴിഞ്ഞിരുന്നു. ഡോണയുടെ മൃതശരീരം അടക്കം ചെയ്ത ശേഷം അവർ യാത്ര തുടരാൻ തീരുമാനിക്കുന്നു. ഗോറിയാമെണ്ടിക്ക് അടുത്ത നേതാവായ ബാസ്റ്ററസ് വധശിക്ഷ വിധിച്ചു. വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ബാസ്റ്ററസ് ആയിരുന്നു ബാക്കിയുള്ളവരുടെ നേതാവായി മാറിയത്. അവർ വീണ്ടും അവരുടെ എക്സ്പെഡിഷൻ തുടർന്നുകൊണ്ടേയിരുന്നു. ബാക്കിയായത് ആകെ 4 സോൾജിയേഴ്സ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ രണ്ട് ഗോത്രത്തിലുള്ള വ്യക്തികൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നത് അവർ മറഞ്ഞിരുന്ന് കാണുന്നുണ്ട്. മറഞ്ഞിരുന്ന ശേഷം യാത്ര തുടരുവാൻ അവർ തീരുമാനിക്കുകയാണ്. നിർഭാഗ്യവശാൽ അവരവിടെ ഇരിക്കുമ്പോൾ ബാസ്റ്ററസിനും കൂടെയുള്ള മറ്റൊരു പോരാളിക്കും അമ്പേൽക്കുന്നു. മാർട്ടിനും മറ്റുള്ള കൂട്ടുകാരനും കൂടി ബാസ്റ്ററസിനെയും അമ്പേറ്റ മറ്റൊരു സോൾജിയറിനെയും അവിടെ നിന്ന് മാറ്റിക്കൊണ്ടു പോരുന്നുണ്ട്. ബാസ്റ്ററസ് മരണത്തോട് മല്ലിടുകയായിരുന്നു. തന്റെ നേതൃത്വ സ്ഥാനം ബാസ്റ്ററസ് മാർട്ടിന് കൈമാറി. തന്റെ നെക്ലസ് കൂടി മാർട്ടിന് കൊടുത്ത ബാസ്റ്ററസ് കാര്യങ്ങൾ മുഴുവൻ കിങ്ങിനോട് വിശദീകരിക്കണമെന്നും താനാണ് എക്സ്പെഡിഷൻ പൂർണ്ണമാക്കിയത് എന്ന് പറയണം എന്നും ആവശ്യപ്പെട്ടു. ബാസ്റ്ററസ് മരണപ്പെട്ട ശേഷം ബാക്കിയായ മാർട്ടിനും കൂടെയുള്ള ഒരേ ഒരു പോരാളിയും കൂടി മുമ്പോട്ട് അവരുടെ എക്സ്പെഡിഷൻ തുടരുകയാണ്. യാത്ര തുടർന്ന് അവരൊരു മലയുടെ മുകളിലെത്തി. അവിടെ നിന്നും ദൂരെ വലിയ സ്വർണ്ണക്കൂന പോലൊന്ന് കാണാമായിരുന്നു. അവിടെ നിന്നും അവർ മുമ്പോട്ട് പോവാൻ തുടങ്ങി. പോകുന്നതിനു മുമ്പ് ആ മലനിരകൾക്ക് മാർട്ടിൻ ഡോണ ആന എന്ന് പേരിട്ടു. പിന്നീടുള്ള യാത്രയ്ക്കൊടുവിൽ ടെസൂട്ട്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗോൾഡ് സിറ്റിയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. പക്ഷേ അവിടെ എത്തിയ അവർ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. യാഥാർത്ഥ്യത്തിൽ അവിടെ ഉണ്ടായിരുന്നത് സ്വർണമായിരുന്നില്ല. ബീച്ചിനോട് ചേർന്ന ഒരു പ്രദേശമായിരുന്നു ടെസൂട്ട്ലാൻ. അവിടുത്തെ ഗോത്രവർഗക്കാരായ താമസക്കാർ അവരുടെ കൂരകൾക്കു മീതെ തിളങ്ങുന്ന കല്ലുകളും സെറാമിക്കുകളും സ്ഥാപിച്ചിരുന്നു. ദൂരെ നിന്നും നോക്കുമ്പോൾ മഞ്ഞ നിറത്തിൽ തിളങ്ങുന്നവ സ്വർണം പോലെ തോന്നിക്കുന്നതായിരുന്നു. അത്രയും കഷ്ടപ്പാടുകളും ആളുകളുടെ ജീവനും എല്ലാം തന്നെ ഇത്തരത്തിൽ ഒന്നുമില്ലാത്തൊന്ന് നേടുവാനായിരുന്നു എന്ന് ചിന്തിച്ച് അവർ നിരാശയിലാകുന്നുണ്ട്. തിരികെ പോകുവാനും അവർക്ക് സാധിക്കുമായിരുന്നില്ല. തിരികെ പോയാൽ നടന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ അവർ രാജാവിനാൽ കൊല്ലപ്പെടും, അല്ലെങ്കിൽ തിരികെയുള്ള യാത്രയിൽ അവർ മരണമടയും. അതോടെ തിരികെ പോവേണ്ടതില്ല എന്നവർ തീരുമാനിക്കുന്നു. അതോടെ മാർട്ടിൻ അവിടെ ഒരു കൊടി നാട്ടുകയാണ്. സ്പാനിഷ് രാജാവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെതായി തങ്ങളെ ഇടം പിടിച്ചെടുത്തിരിക്കുന്നു എന്ന അർത്ഥത്തിലായിരുന്നു അത്. അവിടെ തുടരുവാൻ തന്നെ അവർ തീരുമാനിക്കുന്ന ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക്
ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.